ഞങ്ങൾ ഇന്നൊരു വഴിക്ക് പോകുമ്പോൾ ഒരു പാടത്ത് നിറച്ചും കാണാത്ത കുളത്തിലുള്ള ചെടികളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ള കൗതുകത്തോടുകൂടെ ഞങ്ങൾ അവിടെ ഇറങ്ങി. അങ്ങനെ അവിടെ ഉള്ള ഒരുത്തനോട് ഞങ്ങൾ ചോദിച്ചു, ഇതെന്താ സംഗതി? ഓൻ എന്തോ ദാൻ എന്നൊക്കെ ഹിന്ദിയിൽ പറഞ്ഞു. സംഗതി ഞങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെ അതിൽ നിന്നും ഉണങ്ങിയത് എടുത്തിട്ട് ഓൻ പൊട്ടിച്ച് കാണിച്ചു തന്നിട്ടോ. അപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള നമ്മൾ കുറേ തിന്ന ചെറുപയറിൻ്റെ തോട്ടമാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ചെറുപയറിൻ്റെ തോട്ടവും അതിൻ്റെ ചെടിയൊക്കെ കാണുന്നത്. കുറച്ചു നേരം ഞങ്ങൾ അതിൻ്റെ ചേലും കോലൊക്കെ നോക്കി നിന്നിട്ടോ. പിന്നെ അതിന് ഉണങ്ങിയത് നോക്കി ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾ പൊട്ടിച്ചെടുത്തു. അതിൻ്റെ ഉള്ളിലുള്ളത് ചെറുപയർ തന്നെയാണെന്ന് നോക്കണമല്ലോ. അതെടുത്ത് ഞങ്ങൾ പൊട്ടിച്ച് നോക്കിട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും നല്ല നാച്ചുറലായിട്ടുള്ള ചെറുപയർ ഞങ്ങൾക്ക് കിട്ടി. ഇതാണ് സംഗതി, ചെറുപയർ. ഇങ്ങനെയാണ് ചെറുപയർ ഉണ്ടാക്കുന്നത്. ഏകദേശം 1-2 ആഴ്ച കൊണ്ടൊക്കെ മുഴുവനും ഉണങ്ങും. കാരണം അതികഠിനമായ ചൂടാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ.